നമസ്കാരം. ഫെമിനാസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിത സാഹചര്യം മാറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഇന്റർപ്രിട്ടേഷനും എത്ര പെട്ടെന്നാണ് മാറുന്നത് അല്ലേ? കുറച്ചു കാലം മുൻപ് വരെ ഐ എം ഫീലിംഗ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ അഡ്മയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഐ എം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പേടിക്കും. അസുഖത്തെ കുറിച്ചാണോ പറയുന്നതെന്നുള്ള ധാരണയിലാണ് ആൾക്കാർ പേടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും നമ്മുടെ ചുറ്റിനുമുള്ളവരെയും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ റിമെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കൊറോണ പോസിറ്റീവ് ആണ് എന്ന് റിയലൈസ് ചെയ്ത ഉടനെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവർ സൂയിസൈഡ് ചെയ്തു. തന്റെ രോഗികളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഡോക്ടർ ഡിപ്രഷനിലേക്ക് വഴുതി വീണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. ഈ സമൂഹത്തിലെ ഓരോ ആൾക്കാരും ഈ സമൂഹത്തിന് ഗുണപ്പെട്ടവരാണ് അല്ലെ? നമ്മൾ എല്ലാവരും പറയും ഒരാൾ ഈ ലോകത്ത് നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമാണ് നഷ്ടമാണ്. പക്ഷെ അങ്ങനെയാണോ? അല്ല. ഈ മരണപ്പെട്ടു പോയ ഓട്ടോ ഡ്രൈവർ ഈ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്ത ആളായിരിക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിനടുത്താണ് അയാൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാതിരാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി അയാളെ വിളിക്കാം. പക്ഷെ ഇനി പറ്റുമോ? പറ്റില്ല. അതുപോലെ ഈ ഡോക്ടർ എത്രയോ ആൾക്കാരുടെ ജീവനുകൾ രക്ഷിച്ച ആളായിരിക്കും. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ഡിപ്രഷനിലേക്ക് വഴുതി വീഴുന്നത്. 2020 കണക്ക് പ്രകാരം WHO റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 264 മില്യൺ ആൾക്കാരാണ് ഡിപ്രഷൻ കൊണ്ട് സഫർ ചെയ്യുന്നത്. നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 2019 ഒരുപാട് വിപണി കൈയടക്കിയിരിക്കുകയാണ് 2020 ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ. ഗ്ലോബ് ന്യൂസ് ഫെയർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 2019 ആന്റി ഡിപ്രസന്റ് വിപണിയുടെ നേരെ ഇരട്ടിയാണ് 2020 വിപണി. അപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം കൂടുതലാണ് ആൾക്കാർ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഡിപ്രഷൻ, ആൻസൈറ്റി. ഈ ആന്റി ഡിപ്രസൻസിന്റെ അമിതമായ ഉപയോഗം മൂലം നൗസിയയും ഉറക്കമില്ലായ്മയും പോലുള്ള മൈനർ സൈഡ് എഫക്ട്സും ഉണ്ടാവാം. അതുപോലെ തന്നെ സീഷേഴ്സ്, പിന്നെന്താണ് വിഷൻ ലോസ്, അതുപോലുള്ള വളരെ മേജർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നമ്മളെയും നമ്മുടെ ചുറ്റിനുമുള്ളവരെയും ഇരുത്താൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലിമിറ്റ് യുവർ മീഡിയ ഇൻടേക്ക്. നമ്മളിപ്പോ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണു തിരുമ്പി നോക്കുന്നത് നേരെ നമ്മുടെ ഫോണിലേക്കായിരിക്കും. നമുക്ക് ചുറ്റിനും ഇപ്പോൾ പലതരത്തിലുള്ള മീഡിയ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഇൻടേക്ക് നമ്മൾ സാരമായ രീതിയിൽ ഒന്ന് കുറച്ച് നോക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതിനുശേഷം അതങ്ങ് വിട്ടേക്കുക. കാരണം നിങ്ങൾ നോക്കിയാലും ഇല്ലെങ്കിലും ഒക്കെ ഈ കണക്കുകളും രോഗങ്ങളുടെ കണക്കുകളും മരണനിരക്കും എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ എന്തിനാണ് നമ്മൾ അത് നോക്കി ടെൻഷൻ അടിക്കുന്നത്? അത്യാവശ്യം നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി നോക്കുന്ന ചാനൽസ് അല്ലെങ്കിൽ നോക്കുന്ന സോഴ്സസ്, അത് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള സോഴ്സസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഒരുപാട് ചാനൽസും ഒരുപാട് സോഴ്സസിൽ നിന്നുമൊക്കെ കിട്ടുന്ന ന്യൂസുകളൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ സ്ട്രെസ്ഡ് ആവേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നമ്മൾ ഓരോരുത്തർക്കും നല്ല രീതിയിലുള്ള സർക്കിൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അത് ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, നമ്മുടെ കലീഗ്സ് ആവാം, നമ്മുടെ കൂടെ മുൻപ് വർക്ക് ചെയ്ത ആൾക്കാരാവാം, ആരുമായിക്കോട്ടെ. ഇത്രയും കാലം അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യാതിരുന്നത് സമയമില്ല എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന്റെ മുകളിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് സമയമില്ലേ? എല്ലാവരെയും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണില് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് എടുക്കുക. നിങ്ങളുമായി നല്ല റിലേഷനുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് വിളിക്കുക. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കൊറോണയെ കുറിച്ച് സംസാരിക്കരുത്. നിങ്ങൾ ഒരു കുറച്ചു കാലം മുൻപ് വരെ അവരെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ അവരെ ഒരു ഗ്യാതറിങ്ങിനോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് എന്താണ് സംസാരിക്കുന്നത്? കേട്ടാൽ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സ്, കാരണം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടമാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ചേർന്ന് ചെയ്തിട്ടുള്ള കുസൃതികളും അതിന്റെ പേരിൽ കിട്ടിയ തല്ലും അതിന്റെ പേരിൽ ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ നിങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സ് ഒരുപാട് റിലാക്സ്ഡ് ആവും. അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ആൾക്കാരുമായി നിങ്ങളുടെ കലീഗ്സുമായിട്ടൊക്കെ നിങ്ങൾ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക.
പിന്നെ നമുക്ക് എല്ലാവർക്കും അധ്യാപകരുണ്ട് അല്ലെ. അതിൽ തന്നെ നമ്മുടെ പ്രൈമറി സ്കൂളിലോ നമ്മുടെ നഴ്സറിയിലോ ഒക്കെ പഠിപ്പിച്ച ആൾക്കാരെയൊന്നും നമ്മൾ 1% പോലും ആൾക്കാരെ ഇതുവരെ വിളിച്ചിട്ടുണ്ടാവില്ല. അവരുടെയൊക്കെ നമ്പറൊന്നും സംഘടിപ്പിക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം കൂട്ടായ്മകളൊക്കെ ഒരുപാടുള്ള സമയമാണിത്. അപ്പോൾ അവരുടെയൊക്കെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുക. കാരണം വിളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല. എന്നിരുന്നാലും അവർക്ക് അതൊക്കെ നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. കാരണം എൻ്റെ പാരൻസ് അധ്യാപകരാണ്. അപ്പോൾ അവരുടെ പഴയ കുട്ടികളൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കാണുന്നതാണ്. അപ്പം അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പിന്നെ ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവും, സമയമില്ലായ്മയുടെ പേരിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്. അതിനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മീൻകുളം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ സമയമില്ല, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളൊന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പൊ സമയമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഹസ്ബൻഡിനെയും മകനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ കാണുന്ന മീൻകുളം ഞാൻ ഉണ്ടാക്കി. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മൾ അടക്കി കൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ എഴുതാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കഥ എഴുതി പകുതിയാക്കി എവിടെയോ വെച്ചിട്ടുണ്ടാവും. അതിനെ ഒന്ന് കോഴിത്തട്ടി എടുത്ത് അതിനെ ഒന്ന് പൂർത്തിയാക്കുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒരു ഇരുളടഞ്ഞ ടണലിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിലൊക്കെ ചിലപ്പോൾ തട്ടിത്തടഞ്ഞ് വീണ് നമുക്കെല്ലാം മുറിവുകൾ ഏൽക്കുന്നുണ്ടാവാം. പക്ഷെ എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ടണലിന്റെ അറ്റത്ത് ഒരു വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചത്തെ തേടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ ആ വെളിച്ചം കാണുന്നത് വരെ വളരെ പോസിറ്റീവായ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മുടെ കൂടെ ഉള്ളവരെയും നമ്മൾ പോസിറ്റീവായി കൊണ്ടുപോകുക. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതാണ്, ഇപ്പോ കൊറോണ പോസിറ്റീവ് ആയ ആൾക്കാരെ കുറെയെങ്കിലുമൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നെയ്ബർഹുഡിൽ ഒരാൾ ഇൻഫെക്റ്റഡ് ആണെന്നിരിക്കട്ടെ, കുറെയൊക്കെ ആൾക്കാർ അവിടെ എന്തോ ഒരു വലിയൊരു ബാരിയർ കെട്ടി അടക്കുകയാണ്. അവരോട് സംസാരിക്കാതിരിക്കുകയും അവരെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. അത് ഒരിക്കലും ചെയ്യരുത്. അവരും മനുഷ്യരാണ്. നാളെ നമുക്കും ചിലപ്പോൾ ആ ഒരു സ്ഥിതി ഉണ്ടായേക്കും. കാരണം ഇപ്പോഴത്തെ കൊറോണയുടെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പോസിറ്റീവായോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞോ ഒക്കെ തിരിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിക്കുക. അവരെ വിളിച്ച് അവരുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞ് അവരെ വീണ്ടും ടെൻഷൻ എടുപ്പിക്കേണ്ട ആവശ്യമില്ല. അവരെ നിങ്ങൾ അയൽപ്പക്കത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്, അതൊന്ന് ഫോണിൽ കൂടെ വിളിച്ച് അന്വേഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായി എന്തെങ്കിലും ഒരു ഐറ്റം തയ്യാറാക്കുകയാണെങ്കിൽ, ഭക്ഷണ സാധനം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഒന്നും വേണ്ട, അവരുടെ മതിലിന്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയുകയോ ചെയ്താൽ മതി. അപ്പൊ അവർക്കൊരു തോന്നലുണ്ടാവും, ഓക്കെ എന്നെ കെയർ ചെയ്യാനും ആളുണ്ടെന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹാനുഭൂതി എന്ന് പറയുന്ന വികാരത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ നമ്മുടെ മനസ്സിനെ എന്ന പോലെ നമ്മുടെ ശരീരത്തിനെയും കുറച്ച് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എന്തുവായിരുന്നാലും നമ്മൾ കടയിൽ നിന്നുള്ള കഴിപ്പൊക്കെ കുറച്ച് കുറവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് നമ്മൾ കഴിക്കുകയും നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വെക്കാനായിട്ട് യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സർസൈസോ ഒക്കെ ചെയ്യുക. കാരണം നമുക്കൊന്നും ചെയ്യാനായിട്ട് വലിയ വർക്കുകളില്ല. ദേഹം അനങ്ങി ചെയ്യാനായിട്ട് വലിയ വർക്കുകൾ ഇപ്പോൾ വീട്ടിലായിരുന്നാലും ഇല്ല. അപ്പൊ ഇപ്പൊ നമ്മൾ അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി വെക്കുക. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് കൂടി വരികയാണ്. പക്ഷെ ഈ വെയിറ്റ് കൂടുന്നത് എല്ലാ തരത്തിലും ദോഷം ചെയ്യും. നമ്മുടെ ലിവർ ഫംഗ്ഷനെ അത് ബാധിക്കും. അൾട്ടിമേറ്റ്ലി ഇപ്പോ ഈ ശ്വാസമുട്ട് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് ലിവർ ഫംഗ്ഷൻ ശരിയാവാത്തതാണ്. ലിവർ ഫംഗ്ഷൻ ശരിയാവാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ രക്തം കട്ട പിടിക്കുകയും അങ്ങനെയാണ് ശ്വാസമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് നമ്മൾ കുറച്ചൊന്ന് ട്രിം ഡൗൺ ചെയ്യാം. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ വലിച്ചുവാരി കഴിക്കാതെ കുറച്ചൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് നമ്മുടെ ശരീരത്തെ നല്ലോണം ഒന്ന് കാത്തു വയ്ക്കുക. നമുക്ക് കുറച്ചൊന്ന് ആ ഒരു ശരീരമൊക്കെ ഒന്ന് വണ്ണം കുറയുമ്പോൾ തന്നെ കുറച്ചും കൂടെയൊക്കെ ഒരു കോൺഫിഡൻസ് വരും, കുറച്ചും കൂടെ ഹാപ്പി ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ഒരു പോസിറ്റീവ് ആവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന്
കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് മുടിയൊക്കെ ചീകി നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങി നിൽക്കുക. അതായത് നമ്മൾ സ്വയം ഒരുങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മാനസികമായി കുറച്ചും കൂടെ ഒരു സന്തോഷം ഉണ്ടാവും. ശരിയല്ലേ? നമ്മൾ ഒരുങ്ങി ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നേരെ മറിച്ച് നമ്മളൊരു സ്ഥലത്ത് ചടഞ്ഞിരുന്ന് നമ്മളൊരു എണീറ്റ കോലത്തിലിരുന്ന് മുടിയും ചെയ്യാതെ ഒന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കൂടി ഒരു നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുക. മനുഷ്യനെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നമ്മൾ ഐസൊലേറ്റഡ് ആവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ വഴുതി വീഴുന്നത്. ഫിസിക്കലി നമ്മൾ ഐസൊലേറ്റഡ് ആവാം, ശരി, കുഴപ്പമില്ല. പക്ഷെ മെന്റലി ഐസൊലേറ്റഡ് ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി കുറച്ചും കൂടെ അടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരുമായും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള നല്ല ബന്ധങ്ങളുള്ള ആൾക്കാരുമായി കോണ്ടാക്ട് ചെയ്യുക, ആൾക്കാരെ സഹായിക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിന് തൊട്ടടുത്ത് ഒരു തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അയാളൊന്ന് സഹായിക്കും. ഒരു നേരത്തെ ഫുഡ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് അയാൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും വരാനില്ല. നമ്മൾ സേഫാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി മനുഷ്യരെ കാണാനില്ല, മൃഗങ്ങളുണ്ടാവും, ഒരുപാട് മൃഗങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിനടുത്ത്, നായും പൂച്ചയും ഒക്കെ നടക്കുന്നുണ്ടാവും. അവർക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. ഒരു നേരം അവർക്കൊന്ന് ഒരു 2 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുത്ത് നോക്കിക്കേ, അവരുടെ നന്ദി അവർ കാണിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുക. ചുറ്റിനുമുള്ള ആൾക്കാരെയും നമ്മളൊരു പോസിറ്റീവ് വൈബിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. താങ്ക് യു.